എന്തൊരു അക്രമം ഉണ്ടായാലും അതിൻ്റെ ഒരു അറ്റത്ത് SFI ഉണ്ടോ എന്ന് നോക്കി പോകുന്ന നിലയിലേക്ക് പൊതുബോധം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വസ്തുത അതല്ലല്ലോ. 54 വർഷക്കാലമായി ഈ സംസ്ഥാനത്തിനകത്ത് ഈ സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങി. 35 സഖാക്കളെ ഞങ്ങൾക്ക് ഈ 54 വർഷത്തിലാണെങ്കിലും നഷ്ടപ്പെട്ടു. അവരാരും ക്രിമിനലുകളായിരുന്നില്ല, അവരാരും ഗുണ്ടകളായിരുന്നില്ലല്ലോ. ഈ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തര ഇടപെടലുകളെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലുണ്ടായിട്ടുള്ള ട്രെൻഡുകളുണ്ട്. ഒരു ഘട്ടത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് കുട്ടികൾ വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ, ഗവൺമെൻറ് കോളേജുകളിൽ ഉൾപ്പെടെ സീറ്റുകൾ വലിയ തോതിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. സംഘടന തീരുമാനിച്ചുറപ്പിച്ച് കമ്മിറ്റി കൂടി TP ശ്രീനിവാസനെ തല്ലിയേക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു ആക്റ്റൊന്നുമല്ല. ആ ആക്റ്റുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ നിലപാട് ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 9 വർഷത്തിനിപ്പുറം ഒരു മാപ്പ് ജനിക്കേണ്ടതില്ല. വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഘടനയുടെയൊക്കെ തലപ്പത്തിരുന്ന KN ബാലഗോപാലായാലും P രാജീവായാലും അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഇപ്പോൾ സ്പീക്കറായിരുന്ന N ഷംസീർ, M സ്വരാജ് ഇതുപോലുള്ള പ്രഗത്ഭരൊക്കെ ഇരുന്ന് നയിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിനുശേഷം ഇപ്പോൾ PM മാർഷയുടെ കൈകളിലേക്ക് അത് എത്തുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം എല്ലാ കാലങ്ങളിലും, പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് AI നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായി എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ളൊരു മാറ്റം വലിയ തോതിൽ പ്രതിഫലിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ യുവത്വത്തെയും ബാധിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് നമുക്ക് SFIയിൽ അങ്ങനെ കാലാന്തരങ്ങളിൽ ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞ് അതൊരു സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരു ഒഴിഞ്ഞുമാറലിനും ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും പോരായ്മ ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയും വലിയ ആത്മവിമർശനത്തിനും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമർശനത്തിന് അതീതരൊന്നുമല്ല ഞങ്ങൾ. വിമർശിക്കപ്പെടണം. സ്വാഭാവികമായും എല്ലാ നിലയ്ക്കുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടുന്ന അല്ലെങ്കിൽ നിരന്തരം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം മറ്റാരേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് നേരെ ക്യാമറ കണ്ണുകൾ തുറന്നിരിപ്പുണ്ട് എന്നുള്ളതും കൂടുതൽ ജാഗ്രതയോടുകൂടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിമർശനം 2 തരത്തിലുണ്ട്. ഒന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള വിമർശനം, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത് കൂടുതൽ മെച്ചപ്പെട്ടതായി കാണണം, ഇത് കൂടുതൽ നന്നായി കാണണം എന്ന് കണ്ടുള്ള വിമർശനം. അത്തരം വിമർശനങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ നവീകരിക്കപ്പെടും ഞങ്ങൾ. പക്ഷേ രണ്ടാമതൊരു വിമർശനം കൂടിയുണ്ട്. കേരളത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രണ്ടാമത്തെ വിമർശനമാണ്. ആ വിമർശനം ഇത് നന്നാകാൻ വേണ്ടിയുള്ള വിമർശനമല്ല, ഇതെങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും, എങ്ങനെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ അടിവേരിളക്കാൻ വേണ്ടി കഴിയും എന്ന് കണ്ടുള്ള വിമർശനമാണ്. അത് വിമർശനമല്ല, അത് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. ആ ഇടപെടലിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇപ്പോൾ ഈ SFI ഇല്ലാതാക്കാൻ ഇങ്ങനെ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ടാഗ് ചെയ്യപ്പെടുമല്ലോ. ഏത് SFIക്കാർ അക്രമകാരികൾ, SFIക്കാർ ഗുണ്ടകൾ, ക്രിമിനലുകൾ, ഇങ്ങനെയൊക്കെയാണല്ലോ ടാഗ് ചെയ്യപ്പെടുന്നത്. നേരത്തെ ഈ ചോദ്യങ്ങളിലൊക്കെ ഉള്ള പോലെ എന്തൊരു അക്രമം ഉണ്ടായാലും അതിൻ്റെ ഒരു അറ്റത്ത് SFI ഉണ്ടോ എന്ന് നോക്കി പോകുന്ന നിലയിലേക്ക് പൊതുബോധം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വസ്തുത അതല്ലല്ലോ. 54 വർഷക്കാലമായി ഈ സംസ്ഥാനത്തിനകത്ത് ഈ സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങി. 35 സഖാക്കളെ ഞങ്ങൾക്ക് ഈ 54 വർഷത്തിലാണെങ്കിലും നഷ്ടപ്പെട്ടു. 35 പേരെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അവരാരും ക്രിമിനലുകളായിരുന്നില്ല, അവരാരും ഗുണ്ടകളായിരുന്നില്ലല്ലോ. ഞങ്ങളെപ്പോഴും അഭിമാനത്തോടെ, ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് നല്ലതുണ്ടായാലും മോശമുണ്ടായാലും പ്രയാസം ഉണ്ടായാലും ഓടിച്ചെല്ലുന്ന ചില ഇടങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രക്തസാക്ഷികളുടെ അമ്മമാരുടെ അടുത്താണ്. ഗംഗാമ്മയുടെ അടുത്ത് തൃശ്ശൂർ, ഭൂപതി അമ്മയുടെ അടുത്ത് ഇടുക്കിയിൽ, അങ്ങനെ മേരിയമ്മയുടെ അടുത്ത് താമരശ്ശേരിയിൽ, അങ്ങനെ അമ്മമാരുടെ അടുത്താണ് ഞങ്ങൾ ഇപ്പോഴും പോയിരുന്ന് അമ്മമാരുടെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ശിരസുയർത്തിപ്പിടിക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഒരു വിദ്യാർത്ഥി പോലും SFIയുടെ കൈകൊണ്ട് കേരളത്തിൽ മരിച്ചു വീണിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ്. അത് ഞങ്ങളുടെ സംഘടന തന്നിട്ടുള്ള രാഷ്ട്രീയ കരുത്താണ്. ആ കരുത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു ആക്രമണമാണ് SFI ഈ രീതിയിലൊക്കെ പ്രതി ചേർക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രതിച്ഛായ, മോശം പ്രതിച്ഛായ SFI വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചാർത്തി തരുന്നത് ഒരു വലിയൊരു സംഘടിത ശ്രമം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നു എന്നാണ്. അല്ലാതെ നിങ്ങളുടെ തന്നെ ഒരു അത്തരം ഇടപെടലുകളോ അല്ലെങ്കിൽ അത് എങ്ങനെ പോകുന്നു അതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആത്മപരിശോധന നടത്തുന്നുണ്ടോ? SFIക്ക് മോശം പ്രതിച്ഛായ എന്നുള്ളത് ഈ മാധ്യമങ്ങളിൽ മാത്രമാണ്. മാധ്യമങ്ങളിലല്ലാതെ മറ്റെവിടെയും SFIക്ക് മോശം പ്രതിച്ഛായയില്ല.
ഈ സംഘടനയെ നേരിട്ടറിയുന്ന ആളുകൾ, ഈ സംഘടനയെ തൊട്ടറിയാൻ കഴിയുന്ന ആളുകൾ ഈ സംഘടന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലക്കകത്താണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്താണ്, ക്യാമ്പസുകളിലാണ്, സ്കൂളുകളിലാണ്. വിദ്യാർത്ഥികൾക്കാണ് ഈ സംഘടനയെ നേരിട്ടറിയാം. ബാക്കി മാധ്യമങ്ങളിലൂടെ അറിയുന്ന ആളുകൾക്കിടയിൽ ഈ പറഞ്ഞ മോശം പ്രതിച്ഛായ ഉണ്ടാവുള്ളൂ. മാധ്യമങ്ങൾക്കകത്ത് ഈ സംഘടനയ്ക്ക് മോശം പ്രതിച്ഛായ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ അറിയുന്ന വിദ്യാർത്ഥികൾ ഇന്നും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായി ചേർത്ത് വെക്കുന്നത് SFI ആണ്. കേരളത്തിലെ സർവകലാശാലകളെടുത്തോ, ക്യാമ്പസുകളെടുത്തോ, സ്കൂളുകളെടുത്തോ, പോളിടെക്നിക്കുകൾ, ITകൾ, എവിടെയെല്ലാം വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി തങ്ങളുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നുണ്ടോ അവർ തിരഞ്ഞെടുക്കുന്ന 3 അക്ഷരം SFI എന്ന 3 അക്ഷരാണ്. നിരന്തരം ഇത്തരം കുറ്റവാസനകളൊക്കെ യൂത്തിൻ്റെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും ഇതിനകത്ത് ഒരു പരിധി അല്ലെങ്കിൽ അതിന് ഒരുപാട് പരിമിതികളുണ്ടോ നിങ്ങൾക്ക്? അതെന്താ വെച്ചാൽ നിങ്ങളുടെ ക്യാമറ തുറന്നിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തേക്ക് വളരെ പോസിറ്റീവ് അർത്ഥത്തിൽ ക്യാമറ കണ്ണ് തുറക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. എപ്പോഴാണ് മാധ്യമങ്ങൾ ക്യാമ്പസിലേക്ക് പോകുന്നത്? ഒന്നുകിൽ എങ്ങനെയെങ്കിലും SFIയെ പ്രതി ചേർക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത തെളിഞ്ഞാൽ ആ ഘട്ടത്തിൽ മാത്രം. ഇപ്പോൾ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണൂർ സ്കൂളിൽ ഒരു കുട്ടിയുടെ കൈ അടിച്ചൊടിച്ചു. ഒരു മാധ്യമങ്ങൾ അങ്ങോട്ട് പോകുന്നതേ കണ്ടില്ല. കാരണം എന്താ? അതിൽ അടിച്ചൊടിച്ച് MSFയുടെ യൂണിറ്റ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ്. പോയില്ല. ഇനി പോയിക്കോട്ടെ. അങ്ങനെ ഒന്നുകിൽ ആ ഘട്ടത്തിൽ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തേക്ക് മാധ്യമങ്ങൾ പോകും. രണ്ടാമത് വാലന്റൈൻസ് ഡേൻ്റെ പ്രോഗ്രാം എടുക്കാൻ, ഇല്ലെങ്കിൽ കേരള പിറവി വന്നാൽ ക്യാമ്പസിലെ കുട്ടികൾക്ക് മുണ്ടുടുക്കാനാണോ സാരി ഉടുക്കാനാണോ ഇഷ്ടം എന്ന ചോദ്യവുമായിട്ട് ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തര ഇടപെടലുകളെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ. വലിയ വിമർശനം ഞങ്ങൾക്കുണ്ട്. വലിയ വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വളരെ വളരെ ചുരുക്കിയൊരു ഉദാഹരണം. ഇപ്പോൾ ഞങ്ങളുടെ സർവകലാശാല യൂണിയനുകളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റുകൾ വളരെ മികച്ച നിലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റ്. ഇപ്പോൾ 2 എഡിഷൻ കഴിഞ്ഞു. അതിന് 2 എഡിഷനും ഈ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിനകത്ത് വലിയ സ്വീകാര്യത നേടിയ ഇവൻറ്റുകളായിരുന്നു. കേരളത്തിൽ ഒരൊറ്റ മാധ്യമം അത് കവർ ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല. അതിന് ആ പരിപാടിയുടെ ഉദ്ഘാടകൻ എന്ന ഉദയനിധി സ്റ്റാലിനായിരുന്നു. ഉദയനിധി സ്റ്റാലിനെ പോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇപ്പോൾ യുവ പൊളിറ്റീഷ്യൻസിൽ ഒരാൾ, പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരിൽ ഒരാൾ, അങ്ങനെ ഒരു വ്യക്തി വന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത് എന്താ പറയുക വലിയ തോതിൽ പൊതുസമൂഹത്തിനകത്ത് ചർച്ചയായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കണ്ണൂരുള്ള എല്ലാ മീഡിയകളെയും ഞങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു സ്റ്റോറിയെങ്കിലും കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന നില ഉണ്ടായില്ല. ഇപ്പോൾ സമാനമായ നിലയിൽ എത്രയോ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവയെ പൂർണ്ണമായി തമസ്കരിക്കുക. അതിപ്പോൾ ഞങ്ങൾ ചെയ്താൽ മാത്രമല്ല കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞ ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായാലും, ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി ബോധപൂർവമായ കണ്ണടയ്ക്കൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. സംഘടനാ പ്രവർത്തനത്തിലേക്ക് വിമുഖത കാട്ടുന്ന കുറേ യങ്സ്റ്റേഴ്സ് ഇപ്പോഴും ഉണ്ടോ ക്യാമ്പസുകളിൽ? ഇവരോട് നേരിട്ടൊക്കെ ഇടപെടുമ്പോൾ എന്താ തോന്നുന്നത്? എല്ലാ കാലഘട്ടത്തിലും അരാഷ്ട്രീയവാദികളായ ആളുകൾ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു, പൊതുസമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമാണല്ലോ ക്യാമ്പസുകൾ. ഇന്നും ക്യാമ്പസിനകത്ത് ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്നുള്ളത് എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതായത് രാഷ്ട്രീയം പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. അതിൽ തർക്കമില്ല. എന്നാൽ അതിനപ്പുറം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കുട്ടികളുള്ള ഇടമാണ് ക്യാമ്പസുകൾ. വളരെ കൃത്യമായ അഭിപ്രായമുള്ള, വളരെ കൃത്യമായ നിലപാടുള്ള, നാട്ടിലെ ഓരോ ചലനങ്ങളെക്കുറിച്ചും അഭിപ്രായമുള്ള, ധാരണയുള്ള കുട്ടികളുള്ള ഇടങ്ങളാണ് കേരളത്തിലെ ഇന്നത്തെ ക്യാമ്പസുകളെന്ന് നിസ്സംശയം പറയാം. അവരുടെ എണ്ണം കൂടി വരുന്നുണ്ടോ? നിശ്ചയമായും നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള, നല്ല ഭൗതിക ശേഷിയുള്ള കുട്ടികളുള്ള ഇടമാണ് ക്യാമ്പസ്. ഇപ്പോൾ കോവിഡിന് ശേഷം ഞങ്ങളൊന്നൊരു ചെറിയ അങ്കലാപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോവിഡിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം, അപ്പോൾ നമ്മൾ വളരെ അപ്രതീക്ഷിത, നമുക്ക് മുൻ പരിചയമില്ലാത്ത ഒരു ഘട്ടമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ക്യാമ്പസുകൾക്കകത്തെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുടർച്ചയായി ഇപ്പോൾ എന്താ പറയുക, വായിച്ചു പഠിക്കുകയും ഒന്നുമല്ലല്ലോ, ഇങ്ങനെ കണ്ടും കേട്ടും അനുഭവിച്ചും ഇങ്ങനെ തുടർച്ച ഉണ്ടാകുന്നതാണല്ലോ ക്യാമ്പസുകളിലെ സംഘടനാ പ്രവർത്തനം. അതിലൊരു ബ്രേക്ക് ഉണ്ടാകുമ്പോൾ, ഒറ്റയടിക്ക് 1-ാം വർഷം ക്യാമ്പസിൽ വന്ന് ഒരു ചെറിയ ഇടവേള മാത്രം ക്യാമ്പസിൽ നിന്ന് നേരെ ക്യാമ്പസ് അടച്ച് ലോക്ക്ഡൗണായി പിന്നെ 3-ാം വർഷത്തിലേക്ക് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കുണ്ടായ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ മറികടക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു കുറച്ച് അധികം എഫേർട്ട് എടുക്കേണ്ടതായി വന്നു. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് എന്താ പറയുക,
വലിയ വൻതോതിൽ നല്ല നിലയ്ക്ക് ഞങ്ങളുടെ കേഡർമാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആ കാലയളവ്, അതിന് ശേഷമുള്ള കാലയളവ് ഉപയോഗിച്ചു. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മുദ്രാവാക്യം വിളിക്കാൻ ഉൾപ്പെടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ എങ്ങനെ ഈ പറഞ്ഞ പോലെ ക്യാമ്പസിൽ എങ്ങനെ ക്ലാസ് ക്യാമ്പയിൻ എടുക്കണം, ഇപ്പോൾ ഇതൊന്നും ക്യാമ്പയിനുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ട്, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം, എങ്ങനെ നോമിനേഷൻ ഫില്ല് ചെയ്യണം, ഇതൊക്കെ നേരത്തെ കണ്ട് അനുഭവിച്ച് പരിചയിച്ച് ഇങ്ങനെ വന്നിരുന്നിടത്തു നിന്നുണ്ടായ ഗ്യാപ്പിനെ മറികടക്കുന്നതിന് വേണ്ടി ഇതുൾപ്പെടെ ഓരോന്നും ഞങ്ങൾക്ക് നിരന്തര പ്രവർത്തനത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ നമ്മുടെ ലഹരി ക്യാമ്പസുകളെ ബാധിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ നിന്ന് അവർ അഡിക്റ്റായ ആളുകളെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിക്കാനായി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഇടയിൽ തന്നെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണ് അവരെ പിന്തിരിപ്പിക്കുന്നത്? ഞങ്ങളുടെ ഇടയിൽ നിരന്തരം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും പരമാവധി മറ്റു പല ഇപ്പോൾ DYFI നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ ഒന്നാണ് ലഹരിയാകാം കളിക്കളങ്ങളോട് എന്നുള്ള പേരിൽ ഈ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ട് നമ്മുടെ പ്രദേശത്തൊക്കെ ഈ പറഞ്ഞ പോലെ സ്പോർട്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമാനമായ നിലയിൽ ഇതിനപ്പുറത്തേക്കുള്ള ലഹരി മറ്റു പലതിലുണ്ട്. അത് പുസ്തകങ്ങളിലുണ്ടാകും, കളിയിടങ്ങളിലുണ്ടാകും. അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഈ പറഞ്ഞ ആളുകളെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ, അതിലേക്ക് അവരെ എൻഗേജ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതൊന്ന്. രണ്ട്, ഈ പറഞ്ഞ പോലെ പല ഗൗരവത്തിലുള്ള അരാജക പ്രവണതകളും ഈ എന്താ പറയുക വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ക്യാമ്പസുകൾക്കകത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളുകൾക്കകത്ത് പ്രവർത്തിക്കുന്ന ഗ്യാങ്ങുകളുടെ ഇൻസ്റ്റഗ്രാം ഐഡികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല, അമ്മതൊരു ക്രൂരമായിട്ടുള്ള റാഗിങ് അടക്കമുള്ള അരാജക പ്രവർത്തനങ്ങൾ, അതിൻ്റെ റീലുകളെടുത്ത് അത് വലിയ തോതിൽ ആഘോഷിക്കുന്ന മറ്റൊരു പാരലൽ വേൾഡ് ഉണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിലുള്ള കുറേ കൂടി വിശാലമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെയൊക്കെ തിരിച്ച് അവരെയൊക്കെ കുറേ കൂടി എൻഗേജ്ഡാക്കി എന്താ പറയുക യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുള്ള പ്രവർത്തനം നമുക്കൊക്കെ ഒരുമിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. നല്ല വിദ്യാഭ്യാസ ഉപരിപഠനമൊക്കെ ആഗ്രഹിച്ചുമൊക്കെ തന്നെയും നമ്മുടെ നാട് ഉപേക്ഷിച്ച് വിദേശ രാജ്യത്ത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തേടിപ്പോകുന്ന യൂത്തിൻ്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു വെല്ലുവിളിയായി മാറുമോ? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലുണ്ടായിട്ടുള്ള ട്രെൻഡുകളുണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും നേഴ്സിങ്ങിന് പോകുക എന്ന ട്രെൻഡ് ഉണ്ടായിരുന്നൊരു ഘട്ടത്തിൽ, പിന്നീട് അത് മാറി. ഇപ്പോൾ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എൻജിനീയറിങ്ങിന് പോകുക എന്ന ട്രെൻഡ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. ഒരു ഘട്ടത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് കുട്ടികൾ വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ, ഗവൺമെൻറ് കോളേജുകളിൽ ഉൾപ്പെടെ സീറ്റുകൾ വലിയ തോതിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ സീറ്റ് മുഴുവൻ ഫില്ലാണ്. ആ ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒഴുക്കുണ്ടായ ഘട്ടത്തിൽ ആരംഭിച്ച വലിയ എണ്ണം സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പലതും കേരളത്തിൽ അടച്ചുപൂട്ടാൻ കുട്ടികളില്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അധികമായി കുട്ടികൾ പോകുന്ന നില ഒരു കാലയളവിലുണ്ടായിരുന്നു. എങ്ങനെ പോയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന നിലയിലേക്ക്. അപ്പോൾ ആ നിലയിലൊക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല ട്രെൻഡും ഉണ്ടാകലുണ്ട്. ആ നിലയിലേക്കുള്ള ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്. ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തേടിയാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും മികച്ച സർവകലാശാല തേടിപ്പിടിച്ച് അവിടെ ഇന്ന കോഴ്സ് പഠിക്കണം എന്ന താല്പര്യവുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. ഇനി അതല്ലാത്ത കുട്ടികളുണ്ട്. അതല്ലാത്ത ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു കോഴ്സ് എന്ന് കരുതി പോയി എങ്ങനെയെങ്കിലും പതിയെ അവിടെ സെറ്റിലായി PR നേടി അങ്ങനെ അവിടെ ആ ഒരു താല്പര്യമായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അതിൽ വലിയൊരു ശതമാനം കബളിപ്പിക്കപ്പെട്ട കുട്ടികളുണ്ട്. ഈ അടുത്ത് വന്നിട്ടുള്ള പല പഠനങ്ങളുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയി അതിൻ്റെ തുടർച്ചയിൽ കബളിപ്പിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കണക്ക് ഈ സമീപകാലത്ത് 1 മാസത്തിനുള്ളിലാണ് പുറത്തു വരുന്നൊരു നില ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ പല നിലക്കുള്ള ട്രെൻഡുകൾ രൂപപ്പെട്ടു വരും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഈ കാലയളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സർവകലാശാലകൾ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. കൂടുതൽ മികച്ച കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്, ഇനിയും ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ വിദ്യാർത്ഥികളെ, പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റാൻ വേണ്ടി കഴിയുമെന്നുള്ള നല്ല ബോധ്യം
അതിന് എഫേർട്ട് എടുക്കുന്ന ഒരു സർക്കാർ സംവിധാനമൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ മാറ്റം വരും എന്നുള്ളതാണ്. ഇത് എന്തോ ഇവിടെ ആകെ മോശമായതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ട് പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടല്ല, അങ്ങനെയും അല്ലത്. പക്ഷെ അത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പുറത്ത് പോയി അവിടെ പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും അങ്ങോട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല. അല്ല, തീർച്ചയായിട്ടും പോകുന്നുണ്ട്, അതിനകത്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ആ പോകുന്നത് എന്ത് കാരണത്തിൻ്റെ പുറത്ത്, ഇവിടെ ആകെ മോശമായതുകൊണ്ട് പോകുക എന്ന് പറയുന്ന ഒരു മോശം അന്തരീക്ഷം എന്തായാലും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. പുതിയ വിദേശ സർവകലാശാലകളൊക്കെ വരുന്നു. നിങ്ങൾ SFI മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് സർക്കാരിന്. ആ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ നിലവിലുള്ള ഇപ്പോൾ 8 വർഷത്തിന് മുകളിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഗവൺമെൻറ്റിനെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കൂടി സമരോൽപ്പന്നമായിട്ടാണ്. വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വെച്ച വിവിധ ആശങ്കകൾ, വിവിധ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളെ ആശങ്കകളെയൊക്കെ വളരെ പോസിറ്റീവായി കേൾക്കാൻ തയ്യാറായ, കേട്ട് അത് ഉൾക്കൊള്ളാൻ തയ്യാറായ, അതിനനുസരിച്ചുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി തയ്യാറായ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. സ്വാഭാവികമായും മേൽപ്പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, ആശങ്കകൾ, അതിപ്പോൾ ഞങ്ങൾ എന്നുള്ളതല്ല കേട്ടോ, SFI എന്നുള്ളതല്ല, കേരളത്തിലെ വിദ്യാർത്ഥികളെ കേൾക്കുന്ന, വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. വിദ്യാർത്ഥികളുടെ ആശങ്കകളെ കേൾക്കാൻ, അതിനെ ആ നിലയ്ക്ക് തന്നെ പോസിറ്റീവായി കണ്ട് ഇടപെടാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ മുൻ അനുഭവം. ആ അനുഭവത്തിൽ ഈ ഘട്ടത്തിൽ മാറ്റമൊന്നുമില്ല. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നൊക്കെയാണ് സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചർച്ചയ്ക്കൊന്നും വിളിക്കാതെ ബില്ലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എതിർക്കുമോ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അനുഭവം ഇതുവരെ ഞങ്ങളെ കേട്ട ഗവൺമെൻറ്റാണ്. മറിച്ചൊരു അഭിപ്രായം ഉണ്ടായ ശക്തമായി എതിർക്കും. ഞങ്ങളെ കേൾക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ വിവിധ വിഷയങ്ങൾക്കകത്ത് ഈ കാലയളവിൽ സർക്കാരിന്റെ പോളിസികൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ലേ? ഉറപ്പായും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ സമരരംഗത്ത് ഇറങ്ങും. ഞങ്ങൾ ഇപ്പോൾ ഇതുമായി വളരെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമരരംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലാണ്ട് അടുത്ത സ്റ്റെപ്പ് മറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. TP ശ്രീനിവാസനോട് മാപ്പ് പറയണമെന്നാണല്ലോ കോൺഗ്രസ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. SFI TP ശ്രീനിവാസനോട് മാപ്പ് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് SFI കാണുന്നത്. മുമ്പ് നിങ്ങളുടെ പൂർവികർ ചെയ്തതിനോടൊരു ഒരു വേദനയും ഇല്ല, ഒരു കുറ്റബോധത്തിൻ്റെയും വേദനയുടെയും കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. TP ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പദവിയോ ഡെസിഗ്നേഷനോ ഒന്നും വിഷയമല്ല. ഒരു ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും ജൂനിയർ ഒരു വിദ്യാർത്ഥി നേതാവാണ്. എന്ത് കാരണത്തിന്റെ, എന്ത് ന്യായത്തിന്റെ പുറത്തായാലും ആ നിലപാടിൽ പോലും ഒരു കുറ്റബോധം ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്. അതിനകത്ത് സ്വാഭാവികമായും അന്നുണ്ടായ ആക്ടിനെ ആ ഘട്ടത്തിൽ തന്നെ സംഘടന ആ ആക്ടിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M. വിജയനായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഘടനയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു ഘട്ടത്തിൽ വർഷങ്ങൾക്കിപ്പുറത്തേക്ക് SFI TP ശ്രീനിവാസനോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. ഓക്കെ, ആ വിഷയത്തിൽ ഒരുപക്ഷെ മാപ്പ് പറയൂ എന്നതിനപ്പുറം ഒരുപക്ഷെ നയം മാറി. ആ നയത്തിന്റെ പുറത്തല്ല, അന്നുണ്ടായൊരു ഇൻസിഡന്റ് സ്വാഭാവികമായും ഈ ഒരു സ്വാശ്രയ കോളേജുമായി അല്ലെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്ന് എതിർത്ത ഇടതുമുന്നണി വീണ്ടും അതിനെ അനുകൂലിക്കുമ്പോൾ സ്വാഭാവികമായി ആ ഇൻസിഡന്റ് പൊതുസമൂഹത്തിൽ ചർച്ചയാകും. അങ്ങനെ വന്നു ആ ഇൻസിഡന്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിലൊരു കുറ്റബോധമില്ല എന്ന് പറയുമ്പോൾ ന്യായീകരിക്കാം. അന്ന് ഈ നിലയിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സമരമല്ല, അന്ന് ഈ പറഞ്ഞ ജം സമരമായിരുന്നു. ഈ പറഞ്ഞ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സമരമായിരുന്നു. ആ സമരത്തിലുണ്ടായ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട സംഘടനയുടെ നിലപാട് അന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കിയതാണ്. അന്ന് വ്യക്തമാക്കിയതിനപ്പുറത്തേക്ക് 9 വർഷത്തിനിപ്പുറം വീണ്ടും അതിൽ നിലപാട് പറയേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നിലപാടിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല എന്നത് തന്നെയാണ്. അതിനപ്പുറം 9 വർഷത്തിനിപ്പുറത്ത് ഒരു മാപ്പ് ജനിക്കേണ്ടതായിട്ടില്ല എന്നതാണ്. അന്ന് പറഞ്ഞ നിലപാട് എന്താണോ SFI ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ആ സ്പെസിഫിക് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് SFI അന്ന് സ്വീകരിച്ച നിലപാടിൽ ഇന്നും വേറെ മാറ്റമൊന്നുമില്ല. അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ജൂനിയറായ ഒരു വിദ്യാർത്ഥി നേതാവ് ഏറ്റവും മുതിർന്നൊരു വ്യക്തിയോട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകേണ്ടതായിരുന്നു. അതേക്കുറിച്ച് താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകില്ലായിരുന്നു. അത്രയും അത് ഉണ്ടാകാൻ പാടുള്ളതായിരുന്നു. അങ്ങനെ ഉണ്ടാകില്ലായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടായത്? അത്രമേൽ ആ വിദ്യാർത്ഥിയെ പ്രകോപിതനാക്കിയത് എന്തായിരുന്നു? അത്രമേൽ ആ വിദ്യാർത്ഥിയെ പ്രകോപിതനാക്കിയത് ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നില്ലല്ലോ.
അവിടെ വന്നിറങ്ങി അദ്ദേഹം ആ വിദ്യാർത്ഥിയോട് പറഞ്ഞ വാക്കുകളായിരുന്നല്ലോ. മർദ്ദിക്കാമെന്നാണ്. അല്ലല്ല, മർദ്ദിക്കാമെന്നല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ വയലൻസിലൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല. ഈ പറഞ്ഞ പോലെ അത് വളരെ വ്യക്തിപരമായിട്ട് ആ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ സംഘടന മാപ്പ് പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം സംഘടന തീരുമാനിച്ചുറപ്പിച്ച് കമ്മിറ്റി കൂടി ടി പി ശ്രീനിവാസനെ തല്ലിയേക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു ആക്റ്റൊന്നുമല്ല. ആ ആക്റ്റുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ നിലപാട് ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 9 വർഷത്തിനിപ്പുറം ഒരു മാപ്പ് ജനിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.